സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചതിനു പിന്നാലെ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഇതിൽ കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത്, 14 പേർ. കുറവ് സ്ഥാനാർത്ഥികളാവട്ടെ ആലത്തൂരിലും 5 പേർ. എന്നാൽ 194 മത്സരാർത്ഥികളുള്ള കേരളത്തിൽ വെറും 25 വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇക്കുറി ജനവിധി തേടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വനിതാ സംവരണ ബിൽ അടക്കമുള്ള ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ ദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ടും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ഇതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വടകര മണ്ഡലത്തിലാണ്. CPM-ന്റെ കരുത്തയായ സ്ഥാനാർത്ഥി KK ശൈലജയടക്കം 4 വനിതകൾ മണ്ഡലത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 3 പ്രധാന മുന്നണികളും ഇക്കാര്യത്തിൽ ഒരേ സമീപനം വെച്ചു പുലർത്തുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. CPM-ന് ശൈലജ ടീച്ചറെ കൂടാതെ എറണാകുളത്ത് KJ ഷൈനും വനിതാ സ്ഥാനാർത്ഥിയായുണ്ട്. CPI-ക്ക് വേണ്ടി വയനാട്ടിൽ ആനി രാജയാണ് രംഗത്തുള്ളത്. ഇതോടെ LDF-ന്റെ സ്ത്രീ പ്രാതിനിധ്യം 20-ൽ 3 ആണ്. എന്നാൽ കോൺഗ്രസ് ഇക്കുറി രംഗത്തിറക്കുന്നത് ആലത്തൂരിലെ രമ്യ ഹരിദാസിനെ മാത്രമാണ്. BJP ആവട്ടെ 4 പേരെ കളത്തിലിറക്കുന്നുണ്ട്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും, കാസർകോട് ML അശ്വിനിയും, പൊന്നാനിയിൽ നിവേദിതയും, ആലത്തൂരിൽ TN സരസുവും ഇറങ്ങുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്താകെ 10 പേരാണ് പത്രിക പിൻവലിച്ചത്. ഇതോടെയാണ് അന്തിമ ചിത്രം തെളിഞ്ഞത്. ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നവും അനുവദിച്ചു നൽകിയിട്ടുണ്ട്. BJP-യുടെയും കോൺഗ്രസിന്റെയും CPM, CPI പാർട്ടികളുടെയും ചിഹ്നങ്ങൾക്ക് ഉപരി മറ്റ് സ്വതന്ത്രന്മാർക്കും ചിഹ്നം അനുവദിച്ചു കിട്ടി. BJP തങ്ങളുടെ ചിഹ്നമായ താമരയിലും, കോൺഗ്രസ് കൈപ്പത്തിയിലും, CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും, CPI അരിവാളും ധാന്യക്കതിരിലും, മുസ്ലിം ലീഗ് ഏണി ചിഹ്നത്തിലും തന്നെയാണ് ജനവിധി തേടുന്നത്. NDA-യുടെ ഭാഗമായി BDJS-ന് കുടം ചിഹ്നമാണ് ലഭിച്ചത്. തോമസ് ചാഴിക്കാടന് 2 ഇല ചിഹ്നവും ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു നൽകി. മറ്റെല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തെയും പോലെ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും തലവേദനയായി അപരന്മാർ ഒരുപാടുണ്ട് എന്നതാണ് ഇത്തവണത്തെയും സ്ഥിതിവിശേഷം. കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് കൂടുതൽ അപരശല്യം രൂക്ഷവും. വടകരയിൽ KK ശൈലജയ്ക്ക് 3ഉം ഷാഫി പറമ്പിലിന് 2ഉം വീതം അപരന്മാരുണ്ട്. ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ കോഴിക്കോട് സീറ്റിൽ എളമരം കരീമിനും MK രാഘവനും 3 വീതം അപരന്മാരുണ്ട്. ഇത്തവണ നോട്ടയേക്കാൾ വോട്ട് അപരന്മാർ കൊണ്ടുപോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെ BJP ദേശീയ നേതൃത്വം നിയോഗിക്കുന്നത്. കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം എന്നത് കണക്കിലെടുത്ത് സഖ്യകക്ഷിയായ BDJS-ൽ നിന്നും സീറ്റ് തിരിച്ചെടുത്ത BJP മത്സരത്തിനായി K സുരേന്ദ്രനെ തന്നെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ്. എന്നാൽ സുരേന്ദ്രൻ വിജയിക്കുമെന്നും തറപ്പിച്ചു പറയാനാവില്ല. കാരണം BJP-യുടെ വിജയം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല.